നടൻ ദിലീപ് VIP പരിഗണനയിൽ ശബരിമല ദർശനം നടത്തിയ സംഭവമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു. വിഷയം ചെറുതായി കാണാനാകില്ലെന്നാണ് ഹൈക്കോടതിയുടെ കുറ്റപ്പെടുത്തൽ. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ദേവസ്വം ബോർഡിനോട് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ദിലീപിന് VIP പരിഗണന കിട്ടിയോ എന്നതിൽ ദേവസ്വം വിജിലൻസ് SP അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നാളെ തന്നെ കോടതിക്ക് കൈമാറുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് സമയം ചോദിച്ചിട്ടുണ്ട്, ഹൈക്കോടതിയിൽ നമ്മൾ സമയം ചോദിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പൊതുവായ ഒരു തീരുമാനം എടുത്തതാണ്. അതായത് ഫ്രണ്ടിൽ കൂടി ഒരു VIP പോകാൻ പാടില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറ്റക്കാർക്ക് കർശനമായ നടപടി എടുക്കും. നമ്മളൊരു പൊതുവായ തീരുമാനമാണ്. ഇത് എല്ലാവരും നേരെ തൊഴിൽ പോകണം എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെയും പോലീസും എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. തീരുമാനം ആരെ അനുവദിക്കില്ല. അതുവഴി നമ്മൾ അതായത് ഈ 10 ഇറങ്ങി വരുന്ന പിന്നെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കയറ്റി നിർത്തരുത് എന്നുള്ളത് തീരുമാനമാണ്. അത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. ഹരിവരാസനം പാടുന്ന സമയത്ത് ദിലീപ് നടയിൽ തുടർന്നു. ഇത് കാരണം ദർശന ക്യൂ തടസ്സപ്പെട്ടു എന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടുള്ളത്. ഇതിൽ അസ്വാഭാവികത ഇല്ലെന്ന് ദേവസ്വം ബോർഡ് അഭിഭാഷകൻ വാദിക്കുന്നുണ്ട്. എന്തായാലും ഈ വാർത്ത വിശദമായി പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞാ രവീന്ദ്രനും സന്നിധാനത്ത് നിന്ന് CV അനുമോദും ചേരുന്നു. ആദ്യം അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഈ ദർശനം നടത്താൻ ദിലീപ് കാരണം തടസ്സപ്പെട്ടു എന്നാണ് ആക്ഷേപം ഉയരുന്നത്. എന്താണ് സംഭവിച്ചത്? അങ്ങനെ ദിലീപിന് പ്രത്യേകമായ ഒരു പരിഗണന ശബരിമലയിൽ ദർശനം നടക്കുന്ന സമയത്ത് ലഭിച്ചിരുന്നോ? ടോം, ഇന്നലെ രാത്രി 10:55 ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്ന സമയത്താണ് ദിലീപ് സന്നിധാനത്തെത്തിയത്. അദ്ദേഹം സിവിൽ ദർശനത്തിനാണ്, അതായത് ഇരുമുടിക്കെട്ട് ഇല്ലാതെയാണ് വന്നത്. ദിലീപിനെ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു കൊണ്ടുവരികയും അദ്ദേഹത്തെ നടക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടെ വിവാദമായിരിക്കുന്നത് ശ്രീകോവിലിന് മുൻപിലൂടെ അയ്യപ്പന്മാർ കടന്നു പോകുന്ന വഴിക്ക് എതിർവശത്തൂടെയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്, ദിലീപിനെ കൊണ്ടുവന്നത്. അതാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ദിലീപ് മറുവശത്തുകൂടെ വന്ന് ഒരു വശത്ത് മാറി നിന്ന് തൊഴുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇദ്ദേഹം ഈ ആളുകൾ കടന്നു പോകുന്ന വഴിയിലൂടെ തിരിച്ചു വന്ന അല്ലെങ്കിൽ നടക്കിലേക്ക് നിന്നപ്പോൾ അവിടെ ആ ഒരു അയ്യപ്പന്മാർക്ക്, തീർത്ഥാടകർക്ക് ആ സമയത്ത് അതുവഴി ദർശനം നടത്തി പോകുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ആക്ഷേപത്തിന്റെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാനം. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദിലീപ് മാത്രമല്ല, ജുഡീഷ്യറിയിലുള്ള മറ്റ് ഒരു ഉന്നത വ്യക്തിയും ആ സമയത്ത് അവിടെ ദർശനത്തിനുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇതിൽ സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ വരുമ്പോൾ ഇത്തരത്തിൽ മുൻപിൽ നിന്ന് തൊഴുതു മാറുന്നത് ഒരു പതിവാണ്. അത് ഇതിനു മുൻപും ഒരുപാട് പേര് ഇത്തരത്തിൽ ദർശനം നടത്തി മടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇത് ഹൈക്കോടതിയുടെ മുൻപിൽ ഒരു പ്രശ്നമായിട്ട് വരാനുള്ള ഒരു കാരണമായി കരുതുന്നത് ആളുകൾ കടന്നു പോകുന്ന വഴിക്ക് കുറുകെ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് നടക്കിൽ നിർത്തി തൊഴിയിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, ഹരിവരാസൻ ഏകദേശം 8 മിനിറ്റോളം ഉണ്ട്. ആ സമയം മുഴുവൻ അദ്ദേഹം ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കുന്നത് നമ്മളെല്ലാം തന്നെ കണ്ടതുമാണ്. സ്വാഭാവികമായിട്ടും അത്രയും സമയം അയ്യപ്പന്മാർക്ക് അതുവഴി കടന്നു പോകുവാൻ, ശ്രീകോവിലിന് മുമ്പിലൂടെ തൊഴുതു മാറിപ്പോകുവാൻ കഴിഞ്ഞില്ല എന്നുള്ള കണ്ടെത്തലാണ് അല്ലെങ്കിൽ നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുള്ളത്. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്, ദർശനം കിട്ടാതെ ആരും മടങ്ങിയതായിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ നമ്മൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ കാണുന്നതാണ്. പക്ഷേ എത്തുന്ന എല്ലാവരും അല്പസമയം കാത്തുനിന്നാണെങ്കിലും കൃത്യമായി തൊഴുതു മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ദർശനം കിട്ടാതെ മടങ്ങി എന്നുള്ള നിരീക്ഷണത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാനാകില്ല. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ദർശനം കിട്ടാതെ മടങ്ങിയതായിട്ട് റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ നട അടയ്ക്കുന്ന സമയത്ത് ഈ ഭക്തർക്ക് തൊഴുതു മാറുവാൻ സമയം ലഭിക്കാത്തതുകൊണ്ട്, ഒരുപക്ഷെ വൈകിയതുകൊണ്ട് ആർക്കെങ്കിലും ദർശനം കിട്ടാത്ത സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്നാലും ദേവസ്വം ബോർഡ് ഇതേക്കുറിച്ച് വിശദമായിട്ട് തന്നെ തീർച്ചയായും അത് പരിശോധിക്കേണ്ട വിഷയമാണ്. ദർശനം കിട്ടാതെ ആരെങ്കിലും മടങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ദിലീപിന്റെ പ്രത്യേക അധികാരം എന്താണ്? ആരാണതിന് അനുവാദം നൽകിയത്? ഈ ചോദ്യമാണ് ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചത്. ആജ്ഞാ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, നമുക്കറിയാം, നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ
പല VIP-കൾക്കും സെലിബ്രിറ്റികൾക്കുമൊക്കെ ശബരിമലയിൽ ഇതുപോലെ ദർശനം നടത്താനുള്ള പ്രത്യേക സാഹചര്യമൊക്കെ ഒരുക്കാറുണ്ട്. അത്തരം ആക്ഷേപങ്ങളൊക്കെ പണ്ട് മുതലേ കേൾക്കാറുള്ളതാണ്. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് ഈ ദിലീപിന് ഇത്തരം ഒരു സൗകര്യം ഒരുക്കിയതിൽ, ഒരു VIP പരിഗണന കൊടുത്തതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? ടോം, സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിലീപിന് എങ്ങനെയാണ് പ്രത്യേക പരിഗണന നൽകിയത് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ശബരിമലയിൽ എന്താണ് നടക്കുന്നത്? പ്രത്യേകിച്ചും മുതിർന്ന സ്ത്രീകളും കുട്ടികളും അടക്കം ക്യൂവിൽ കാത്തു നിൽക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. ദിലീപും അതുപോലെ ദിലീപിന്റെ ഒപ്പമുണ്ടായിരുന്ന സംഘത്തിലുള്ളവരും ഒക്കെ ചേർന്ന് ഹരിവരാസനം പാടുതീരുന്ന സമയം മുഴുവൻ നടയുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ ദിലീപിന് VIP പരിഗണന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ബ്ലോക്ക് ചെയ്യുന്നതിന് ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഭക്തരുടെ ഒരു നടയ്ക്ക് മുന്നിലേക്കുള്ള വരവ് തടഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ പോലീസ് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. ഈ കാര്യം അത്ര ചെറുതായി കാണാൻ പറ്റുന്നതല്ല. എങ്ങനെയാണ് ദിലീപിന് മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക പരിഗണന ലഭിക്കുന്നത്? പക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ചെർപ്പുളശ്ശേരി സ്വദേശി സുനിൽകുമാർ എന്ന സുനിൽസ്വാമി കഴിഞ്ഞ 10 വർഷമായി ശബരിമലയിലെ ദേവസ്വത്തിന്റെ റൂം കൈവശം വെച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ സ്വമേധയാ ഹൈക്കോടതി കേസെടുത്തിരുന്നു. സ്വമേധയാ ഹൈക്കോടതി ഇടപെട്ടിരുന്നു, കേസ് പരിഗണിച്ചിരുന്നു. എങ്ങനെയാണ് ഇത്രകാലം ഈ സുനിൽസ്വാമി എന്ന് പറയുന്ന ആൾക്ക് ഇത്രകാലം റൂം നൽകിയത്? ഇതിനുള്ള മാനദണ്ഡം എന്താണ്? ഡോണർ കരാറിൽ പറയാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരാൾ പാലിക്കുന്നത്, ഒരാൾക്ക് മാത്രം ഇളവായി നൽകുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിച്ചതുമാണ്. ആ സമയത്ത് ഹൈക്കോടതി ഭക്തന്മാരെല്ലാവരും ഒരുപോലെയാണ്, അല്ലെങ്കിൽ ഭക്തന്മാർക്ക് എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കണമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിലീപ് വിഷയത്തിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ അടക്കം ഹാജരാക്കണം. അത് കോടതി അലക്ഷ്യമാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇക്കാര്യം കോടതി സൂചിപ്പിച്ചതുമാണ്. ഭക്തന്മാർക്ക് കൃത്യമായ പരിഗണന ലഭിക്കണം, അല്ലെങ്കിൽ ഭക്തന്മാരെ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണം എന്നുള്ളൊരു സാഹചര്യം. പ്രത്യേകിച്ച് മണ്ഡലകാലം കൂടിയാണ്. അത് വെർച്വൽ ക്യൂ ഉൾപ്പെടെയുള്ള വലിയ നിര തന്നെ അവിടെ അതിൽ കൂടെ രജിസ്റ്റർ ചെയ്ത് വരുന്നത് ഉൾപ്പെടെ നിരവധി വലിയ നിരയാണ്. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ 76,000-ഓളം ഭക്തന്മാർ ഒരു ദിവസം ദർശനം തേടി മടങ്ങിയ സാഹചര്യം കൂടി ഈ ഒരു മണ്ഡലകാലത്തുണ്ട്. അപ്പൊ അത്രയും വലിയ സംഖ്യ, വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ടത് ബാധ്യത പോലീസിനാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്, എന്ത് പരിഗണനയിലാണ് ദിലീപിന് VIP പരിഗണന കൊടുത്തത്? അതല്ലെങ്കിൽ ഈ ഹരിവരാസനം ചൊല്ലി തീരുന്നതുവരെ, ഹരിവരാസന കീർത്തനം പാടി തീരുന്നതുവരെ 8 മിനിറ്റോളം സമയം എങ്ങനെയാണ് ദിലീപ് നടയ്ക്ക് മുന്നിൽ തുടർന്നത്? ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വേണം. ഇത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറോടാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയിരിക്കുന്നത്. അതേസമയം ഇത് സ്വാഭാവികമാണ്, ഇതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്ന് ദേവസ്വം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ വ്യക്തത വേണം. ഇത് ചെറിയ കാര്യമായി പരിഗണിക്കാനാകില്ല. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാകണമെന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമായിരിക്കും തീർച്ചയായും ഹൈക്കോടതി വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ആർക്കും പ്രത്യേക ഒരു പരിഗണന നൽകരുതെന്ന് ദേവസ്വം ബോർഡും പോലീസും നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. CV അനുമോദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനുമോദ്, ഇവിടെ ഈ ദിലീപിന് പ്രത്യേക പരിഗണന നൽകിയതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത്? ടോം, ഇതൊരു നമുക്ക് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ശബരിമലയിൽ ദർശനത്തിന് വരികയാണെങ്കിൽ അവർ ആദ്യം ആ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൌസിലേക്കാണ് പോവുക. സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ ആരെങ്കിലും അദ്ദേഹത്തെ സ്വീകരിക്കും. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പോലീസുകാരനെയോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും. അത് ഏത് പ്രധാനപ്പെട്ട വ്യക്തി വന്നാലും അത്തരത്തിലൊരു പതിവ് ഇവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് പലതരത്തിലാണ്. അവർക്ക് ദർശനം നടത്തി ഒരുപക്ഷെ അവർ മേൽശാന്തിയും തന്ത്രിയൊക്കെ സന്ദർശിച്ചിട്ടാണ് പോവുക. ഇതിനു മുൻപും കാലങ്ങളായിട്ടും സിനിമാ താരങ്ങൾ വരുമ്പോൾ അത്തരത്തിലൊരു രീതിയാണ് ഇവിടെ തുടരുന്നത്. ദിലീപ് ഒറ്റയ്ക്ക് എന്താണെങ്കിലും ഇത്തരത്തിൽ കയറി വരും. ദിലീപിനെ ആരെങ്കിലും സ്വീകരിക്കാതെ ദിലീപിന്റെ കൂടെ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരൊന്നുമില്ല. ദിലീപ് ഇങ്ങനെ ഈ ഒരു സാധാരണ ആളുകൾ നടന്നു പോകുന്ന വഴി മറികടന്ന് മുൻപിലേക്ക് വരില്ല. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ അറിവോടെ തന്നെയാണ് ദിലീപ് വന്നിട്ടുള്ളത്. ദിലീപിനെ സാധാരണഗതിയിൽ ഇവിടെ എത്തുന്ന ഒരു VIP
അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരാൾ വരുമ്പോൾ കാണിക്കുന്ന ഒരു രീതി, ആ രീതിക്ക് ദേവസ്വം ബോർഡ് പ്രതിനിധികൾ സ്വീകരിച്ചു എന്ന് തന്നെ വേണം നമുക്ക് ലളിതമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് പറയുവാൻ. ഇവിടെ ഈ എഴുതപ്പെട്ട അല്ലെങ്കിൽ കൃത്യമായിട്ട് നിർവചിക്കുന്ന പോലെ മുഴുവൻ കാര്യങ്ങളും എപ്പോഴും പ്രായോഗിക തലത്തിൽ നടപ്പാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇവിടെ സാധാരണ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനു മുൻപും ഒട്ടേറെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഇവിടെ ദർശനം നടത്തി പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ സാധാരണക്കാരായ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ ബുദ്ധിമുട്ടുണ്ടായി എന്ന പരാതി സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്ത് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം വലിയ ഹൈക്കോടതി തന്നെ വലിയ വിമർശനങ്ങൾ ഇതിൽ ഉന്നയിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ടോം. വ്യക്തമാണ്. CV അനുമോദും ആജ്ഞാ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ മാത്രമല്ല, ഇതുപോലെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും VIP-കൾക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരാൾക്ക് മാത്രം പരിഗണന നൽകുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട വിഷയമാണ്. ഇവിടെയൊക്കെ ഒരു കൃത്യമായ മാനദണ്ഡങ്ങളും ആവശ്യമാണ്.